ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ചൂടൊക്കെ അല്ലേ, അപ്പൊ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയൊരു പാനീയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് മസാല സോഡാമോരാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നേരെ പോയിട്ട് അത് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടോ. പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിനയില, കറിവേപ്പില, പിന്നെ ജീരകം, അതേപോലെ തന്നെ ഇഞ്ചി, പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി, കുറച്ച് മതി കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇതിനായിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. മുളക് ഓരോരുത്തർക്കും അവരവരുടെ എരിവിനനുസരിച്ചിട്ടായിട്ട് ചേർക്കാം. നമ്മളിപ്പോൾ ഇവിടെ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നുള്ളത്. ഇതേപോലെ അവസാനമായിട്ട് കുരുമുളക് പൊടി കൂടി ഇടുന്നു. അതിൽ ഉപ്പും ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തൈരാണ് നമുക്ക് വേണ്ടത്. ഈ തൈര് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് ഈ മിക്സിയിലിട്ട് അടിക്കുന്നത്. അതേപോലെ തന്നെ ഉപ്പും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഉപ്പ് അവസാനം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി ഈ മസാല നമുക്കൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ബൗളിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, ഇത് ചെയ്യുമ്പോൾ സോഡ തന്നെ ഉപയോഗിക്കാം കേട്ടോ മാക്സിമം. കാരണം സോഡ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടും, ആ ഒരു തരിപ്പും. അതേപോലെ തന്നെ ആ സോഡയുടെ വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ സോഡ തന്നെ യൂസ് ചെയ്യണം. പച്ചവെള്ളത്തിൽ ഈ സംഭവം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആ സാധാരണ ഒരു മോരും വെള്ളം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ സോഡ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഒരു കയ്യിലെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു കുടത്തിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുടം എടുക്കുന്നത് കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് ആ ഉപ്പ് ഒന്ന് ഫുള്ള് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട്. ഗൈസ്, ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. കാരണം ഒക്കെ അല്ലെങ്കിൽ തന്നെ മല്ലിച്ചപ്പിൻ്റെയും പുതിനയിലയുടെ ഒക്കെ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ജീരകവും അതേപോലെ പിന്നെ സോഡയുടെ തരിപ്പൊക്കെ ചേർന്നപ്പോഴുണ്ടല്ലോ വേറെ തന്നെ ഒരു ലെവലാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ കുരുമുളക് ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മുളക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള ഒരു പാനീയം കൂടിയാണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കാരണം ചൂടുകാലമൊക്കെയാണ്, വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കിടു സാധനമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അടിപൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. എന്തായാലും ഇപ്പൊ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അത്ര സാധനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് റെസിപ്പിയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും